ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ ESR സ്പെക്ട്രോമീറ്ററിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷനെ കുറിച്ചും വർക്കിംഗ് പ്രിൻസിപ്പിളിനെ കുറിച്ചുമാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോൺ സ്പിൻ റെസണൻസ് സ്പെക്ട്രോസ്കോപ്പി അഥവാ ESR സ്പെക്ട്രോസ്കോപ്പിയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. അപ്പം ESR സ്പെക്ട്രോസ്കോപ്പി ഒരു അബ്സോർഷൻ സ്പെക്ട്രോസ്കോപ്പിയാണെന്ന് നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പം ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് അഥവാ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് ആറ്റംസ് ഹാവിങ് വൺ ഓർ മോർ അൺപെയർഡ് ഇലക്ട്രോൺസ്. സബ്സ്റ്റൻസ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ മൈക്രോവേവ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് എനർജി ലെവൽസിൽ ട്രാൻസിഷൻ നടക്കും ഇൻ ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, അല്ലേ? പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ, ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ മൈക്രോവേവ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് എനർജി ലെവൽസ് ലോവർ എനർജി ലെവലിൽ നിന്നും ഹയർ എനർജി ലെവലിലേക്ക് ട്രാൻസിഷൻ നടക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഒരു അബ്സോർഷൻ സ്പെക്ട്രം കിട്ടും. ആ സ്പെക്ട്രമാണ് ESR സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ റെസണൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത് hν = g⁻b എന്നാണ്. റെസണൻസ് കണ്ടീഷൻ ഫോർ ESR സ്പെക്ട്രം ഈസ് hν = g⁻b, where ν is the frequency of the microwave radiation, b is the externally applied magnetic ഫീൽഡ്. അപ്പം ഒരു ESR സ്പെക്ട്രം നമുക്ക് ഇതിൽ നിന്ന്, ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കും, ഒരു ESR സ്പെക്ട്രം നമുക്ക് രണ്ട് രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് വന്നു വീഴുന്ന മൈക്രോവേവ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റാക്കി വെച്ചുകൊണ്ട് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിനെ വേരി ചെയ്ത് നമുക്ക് ESR സ്പെക്ട്രം മെഷർ ചെയ്യാൻ സാധിക്കും. അപ്പം ഒരു ESR സ്പെക്ട്രോമീറ്ററിനെ നമുക്ക് രണ്ട് രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് വന്നു വീഴുന്ന മൈക്രോവേവ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റാക്കി വെച്ചുകൊണ്ട് സാമ്പിളിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്ത് നമുക്ക് ESR സ്പെക്ട്രം മെഷർ ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സാമ്പിളിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക. വന്നു വീഴുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി വേരി ചെയ്ത് നമുക്ക് ESR സ്പെക്ട്രം മെഷർ ചെയ്യാൻ സാധിക്കും. അപ്പം ഇതിൽ നമ്മൾ സാധാരണയായിട്ട് ഓപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് ഫസ്റ്റ് മെത്തേഡാണ്. ദാറ്റ് ഈസ് ഫ്രീക്വൻസിയെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് സാമ്പിളിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അബ്സോർഷൻ സ്പെക്ട്രം മെഷർ ചെയ്യും. ഇതാണ് സാധാരണയായി ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് എപ്പോഴാണ് ഈ ട്രാൻസിഷൻ നടക്കുന്നത് എന്നുള്ളത്. നമുക്കറിയാം, മൈക്രോവേവ് എന്ന് പറയുന്നത് മൈക്രോവേവ് റേഡിയേഷൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനാണ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും ഉണ്ട്, അല്ലേ? അപ്പം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. നമ്മൾ ലാസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിലെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആണ്, അല്ലേ? അപ്പം നമ്മൾ ഈ ESR എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, നമ്മൾ മൈക്രോവേവ് റേഡിയേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിലെ മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണൻറ്റ്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് മസ്റ്റ് ബി പെർപെൻഡിക്കുലർ ടു ദ എക്സ്റ്റേണലി അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം വന്നു വീഴുന്ന റേഡിയേഷൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്, റേഡിയേഷനിലെ മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണൻറ്റ്. എന്നാൽ മാത്രമേ നമുക്ക് ESR സ്പെക്ട്രം ലഭിക്കുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ അതെന്താണ് അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വന്നു വീഴുന്ന റേഡിയേഷന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണൻ്റ് ഉണ്ട്. നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. അൺപെയർഡ് ഇലക്ട്രോൺസ് സ്പിന്ന് ചെയ്യുമ്പോൾ അതിനൊരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടാകുമെന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചില്ലേ? അപ്പം ഈ അൺപെയർഡ് ഇലക്ട്രോൺസ് സ്പിന്ന് ചെയ്യുന്നത് കാരണം അതിനൊരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട്. ആ മാഗ്നറ്റിക് മൊമെൻറ്റുമായിട്ട് വന്നു വീഴുന്ന റേഡിയേഷൻ വന്നു വീഴുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇൻ്ററാക്റ്റ് ചെയ്യുമ്പോൾ
പെർപെൻഡിക്കുലറായിട്ട് വന്ന് വീണാൽ മാത്രമേ ആ ഇൻ്ററാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആ മാഗ്നറ്റിക് മൊമെൻറ്റിന് റീഓറിയൻറ്റേഷൻ ചേഞ്ച് ഉണ്ടാവുകയുള്ളൂ. മാഗ്നറ്റിക് മൊമെൻറ്റിൽ ചേഞ്ച് ഉണ്ടാവുകയും എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് എനർജി ലെവൽസിൽ ട്രാൻസിഷൻ നടന്ന് അബ്സോർഷൻ സ്പെക്ട്ര കിട്ടുകയുമുള്ളൂ. മനസ്സിലായോ? വന്നു വീഴുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണൻറ്റ് നമ്മുടെ അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റിനായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യണമെങ്കിൽ വന്നു വീഴുന്ന റേഡിയേഷൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ കമ്പോണൻറ്റ് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ റേഡിയേഷൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യുകയുള്ളൂ. ഇൻ്ററാക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് സംഭവിക്കും? ഇവർ തമ്മിൽ ഇൻ്ററാക്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ എനർജി ലെവൽസിൽ എന്തുണ്ടാകും? സ്പ്ലിറ്റ് ഉണ്ടാകും. സ്പിൻ അപ്പ് സ്റ്റേറ്റ്, സ്പിൻ ഡൗൺ സ്റ്റേറ്റ് തമ്മിൽ സ്പിൻ സ്റ്റേറ്റും സ്പിൻ ഡൗൺ സ്റ്റേറ്റുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ഇൻ്ററാക്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ലോവർ എനർജി ലെവലിൽ നിന്നും ഹയർ എനർജി ലെവലിലേക്ക് ട്രാൻസിഷൻ നടക്കുകയുള്ളൂ. മനസ്സിലായോ? റീഓറിയൻറ്റേഷൻ നടക്കുകയും എനർജി ട്രാൻസിഷൻ ഓഫ് എലമെൻറ്റ്സ് ട്രാൻസിഷൻ നടക്കുകയുള്ളൂ. ട്രാൻസിഷൻ നടന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ? അബ്സോർഷൻ സ്പെക്ട്ര കിട്ടുകയുള്ളൂ. ഓക്കെ, ഇനി വന്നു വീഴുന്ന ഈ റേഡിയേഷൻ്റെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് അപ്ലൈഡ് ഫീൽഡിന് പാരലായി കഴിഞ്ഞാൽ എന്ത് നടക്കില്ല? പാരലായിക്കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇൻട്രാക്ഷൻ നടക്കുകയില്ല. മാഗ്നറ്റിക് മൊമെൻറ്റുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ നടക്കുകയില്ല. അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് വന്നു വീഴുന്ന റേഡിയേഷൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണൻറ്റുമായിട്ട് പാരലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല? റീഓറിയൻറ്റേഷൻ ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ദി അൺപെയ്ഡ് ഇലക്ട്രോൺ വിൽ നോട്ട് ടേക്സ് പ്ലേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടില്ല? ESR സ്പെക്ട്രം കിട്ടുകയില്ല. അപ്പം in order to get an ESR spectrum, the magnetic field component of EM radiation should be perpendicular to the applied magnetic field. Okay, അപ്പം ESR സ്പെക്ട്രം കിട്ടാനുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണൻറ്റ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പം കണ്ടീഷൻസൊക്കെ മനസ്സിലായി. ഇനി നമുക്ക് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം നോക്കാം. ഇതാണ് ബ്ലോക്ക് ഡയഗ്രാം. ഫിഗർ ഷോസ് ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ആൻ ESR സ്പെക്ട്രോമീറ്റർ. ESR സ്പെക്ട്രോമീറ്ററിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ്. ഇവിടെ ഒരു ക്ലേസ്ട്രോൺ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു ബ്രിഡ്ജാണ്. ഓക്കെ, ഇതൊരു ബ്രിഡ്ജാണ്. ഓക്കെ, ഇത് ബ്രിഡ്ജിന് ഇവിടെ ഒരു കൈയുണ്ട്, ഇവിടെ ഒരു കൈയുണ്ട്, ഇവിടെ ഒരു ആമുണ്ട്, ഇവിടെ ഒരു ആമുണ്ട്. ഓക്കെ, ഈ ബ്രിഡ്ജിൻ്റെ ഒരു ഇതൊരു ക്ലേസ്ട്രോൺ. ഇതെന്ന് പറയുന്നത് സോഴ്സ് ഓഫ് മൈക്രോവേവ് റേഡിയേഷനാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് താഴോട്ട് പറയാം. ഇതാണ് മൈക്രോവേവ് റേഡിയേഷനിൽ നമ്മൾ ESR സ്പെക്ട്രോമീറ്ററിനകത്ത് സാധാരണയായിട്ട് മൈക്രോവേവ് റേഡിയേഷൻ ഉപയോഗിക്കുന്നത് ക്ലേസ്ട്രോൺ എന്ന് പറയുന്ന ഒരു ഓസിലേറ്ററാണ്. ഓക്കെ, അടുത്തത് ഇവിടെ ഇത് കണ്ടോ, നമുക്കൊരു ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ട്. ആ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ നടുക്കായിട്ടാണ് ഈ കാണുന്ന മെഷ് കണക്ക് കാണുന്നതാണ് സാമ്പിൾ ക്യാവിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ബ്ലാക്ക് കളറിൽ കാണപ്പെടുന്നത് മോഡുലേറ്റിംഗ് കോയിൽസ് ആണ്. അതായത് നമുക്ക് ഈ ഇലക്ട്രോ മാഗ്നറ്റിനകത്ത് നിന്ന് നമുക്ക് കിട്ടുന്നത് ഹോമോജീനിയസ് ആയിട്ടുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും, ഹൈ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും നമുക്ക് ഏതിൽ നിന്ന് കിട്ടുന്ന? ഈ ഇലക്ട്രോ മാഗ്നറ്റിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ സാമ്പിളിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്തിട്ടാണ് നമ്മൾ ESR സ്പെക്ട്രം മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഈ സാമ്പിളിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാമ്പിളിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യും? ഒരു മോഡുലേറ്റിംഗ് കോയിൽ കണക്ട് ചെയ്യും. ഈ മോഡുലേറ്റിംഗ് കോയിലിലേക്ക് നമ്മളൊരു സ്വീപ്പ് ജനറേറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സ്വീപ്പ് ജനറേറ്റർ എന്ത് ചെയ്യും? AC കറണ്ട് ഇതിനകത്തൂടെ ഫ്ലോ ചെയ്യും. ഒരു കോയിലിനകത്ത് AC കറണ്ട് ഫ്ലോ ചെയ്ത് എന്ത് ചെയ്യും? അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യും. ഓക്കെ, ഇനി ഈ ഇംപിഡൻസ് ബ്രിഡ്ജിൻ്റെ ഈ ഇംപിഡൻസ് ബ്രിഡ്ജിൻ്റെ 4th ആമിൽ ഒരു ക്രിസ്റ്റൽ ഡിറ്റക്ടർ ഉണ്ട്. ആ 4th ആം ഒരു പ്രീ ആംപ്ലിഫയറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനെ ഒരു ഫേസ് സെൻസിറ്റീവ് ഡിറ്റക്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ അവിടെ നിന്ന് ഒരു റെക്കോർഡറിലേക്ക് പോയിട്ടുണ്ട്. ഔട്ട്പുട്ട് ഒരു റെക്കോർഡറിലേക്ക് പോയിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഇൻറ്റേർണൽ പാർട്സ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഡമ്മി ലോഡുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് താഴോട്ട് പറയാം. അപ്പോൾ ഫസ്റ്റ് പാർട്ട്, അപ്പോൾ ഇതിനകത്ത് ഇതാണ് ഒരു ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ESR സ്പെക്ട്രോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ക്ലേസ്ട്രോൺ
ഇറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് ലൈറ്റ്, മൈക്രോവേവ് റേഡിയേഷൻ, ഇലക്ട്രോമാഗ്നറ്റ്, പിന്നെ സാമ്പിൾ ക്യാവിറ്റിയെ കവർ ചെയ്തുകൊണ്ട് ഒരു മോഡുലേറ്റിംഗ് കോയിൽ, പിന്നെ ക്രിസ്റ്റൽ ഡിറ്റക്ടർ, പ്രീ ആംപ്ലിഫയർ, ഫേസ് സെൻസിറ്റീവ് ഡിറ്റക്ടർ, നെക്സ്റ്റ് റെക്കോർഡറിലാണ് ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. ഔട്ട്പുട്ട് കിട്ടുന്നത് സ്പെക്ട്രമായിട്ട് നമുക്ക് ഗ്രാഫ് കിട്ടുന്നത് റെക്കോർഡറിലാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഓരോ പാർട്സിനെ കുറിച്ചും പഠിക്കാം. ഫസ്റ്റ് പാർട്ട് ക്ലേസ്ട്രോൺ മീൻസ് നമുക്ക് മൈക്രോവേവ് റേഡിയേഷനാണ് വേണ്ടത്. അപ്പോൾ മൈക്രോവേവ് റേഡിയേഷൻ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ക്ലേസ്ട്രോൺ എന്ന് പറയുന്ന ഓസിലേറ്ററാണ്. ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് മോണോക്രോമാറ്റിക് റേഡിയേഷൻ, മോണോക്രോമാറ്റിക് ആയിട്ടുള്ള റേഡിയേഷനാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനകത്ത് നമുക്ക് ഈ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പം ഓരോ സാമ്പിളിനും ഓരോ ഫ്രീക്വൻസി ആയിരിക്കും. അപ്പോൾ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വോൾട്ടേജ് നമ്മൾ വേരി ചെയ്ത് കൊടുക്കും. അപ്പം വോൾട്ടേജ് വേരി ചെയ്ത് നമ്മൾ ഫ്രീക്വൻസി വേരി ചെയ്യിക്കും. ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, വോൾട്ടേജ് വേരി ചെയ്തിട്ടാണ്. അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് വേരി ചെയ്താണ് നമ്മൾ അതിൻ്റെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് മോണോക്രോമാറ്റിക് ആയിട്ടുള്ള റേഡിയേഷനാണ്. ഓക്കെ, നെക്സ്റ്റ് മാഗ്നറ്റിക് സിസ്റ്റമാണ്, ഇലക്ട്രോമാഗ്നറ്റിക് സിസ്റ്റമാണ്. ഇറ്റ് വിൽ പ്രൊവൈഡ് ഹോമോജീനിയസ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ്. സാമ്പിളിന് ചുറ്റും ഹോമോജീനിയസ് മാഗ്നറ്റിക് ഫീൽഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഇറ്റ്സ് വാല്യൂ വേരീസ് ഫ്രം 0 to 500 ഗോസ്. ദ സ്റ്റെബിലിറ്റി ഓഫ് ദി ഫീൽഡ് ഈസ് അച്ചീവ്ഡ് ബൈ എനർജൈസിങ് ദ മാഗ്നറ്റ് വിത്ത് ഹൈലി റെഗുലേറ്റഡ് പവർ സപ്ലൈ. ഇതിൻ്റെ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കോൺസ്റ്റൻ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മാഗ്നറ്റിനെ എക്സ്റ്റേണൽ പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പോൾ പീസസിനിടയ്ക്കായിട്ടാണ് എന്ത് കണക്ട് വെച്ചിരിക്കുന്നത്, നമ്മളെ സാമ്പിൾ വെച്ചിരിക്കുന്നത്. ഇതാണ് മാഗ്നറ്റ്. ഈ മാഗ്നറ്റിൻ്റെ പോളുകൾക്കിടയിലായിട്ടാണ്, ഇൻ ബിറ്റ്വീൻ ദ പോൾസ് വി കെപ്റ്റ് ദ സാമ്പിൾ. ദ സാമ്പിൾ ക്യാവിറ്റി ഈസ് റെസണേറ്റിംഗ് സാമ്പിൾ ക്യാവിറ്റി ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ദ പോൾ പീസസ് ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് മോഡുലേറ്റിംഗ് കോയിലാണ്. മോഡുലേറ്റിംഗ് കോയിൽ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഈ സാമ്പിളിന് ചുറ്റുമുള്ള സാമ്പിളിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് വേരി ചെയ്യണം. സാമ്പിളിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് വേരി ചെയ്തിട്ടാണ് നമ്മൾ ESR സ്പെക്ട്രം മെഷർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ക്യാവിറ്റിക്ക് ചുറ്റും, സാമ്പിൾ ക്യാവിറ്റിക്ക് ചുറ്റും നമ്മളൊരു മോഡുലേറ്റിംഗ് കോയിൽ വൗണ്ട് ചെയ്തിട്ടുണ്ട്. അതെന്ത് ചെയ്യുന്നു, അതിനകത്തേക്ക് നമ്മളൊരു AC സിഗ്നൽ കടത്തി വിടുമ്പോഴത്തേന് എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് നമുക്ക് വേരി ചെയ്യാൻ സാധിക്കും. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് സാമ്പിൾ ക്യാവിറ്റിയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, സാമ്പിൾ ക്യാവിറ്റി. ESR സ്പെക്ട്രോമീറ്ററിൻ്റെ സാമ്പിൾ ക്യാവിറ്റി. ഇതിന് 2 ക്യാവിറ്റീസ് ആണുള്ളത്. ഒന്ന് നമുക്ക് ഏത് മെറ്റീരിയലിൻ്റെ ആണോ ESR സ്പെക്ട്രം എടുക്കേണ്ടത് അതും, രണ്ടാമത്തെ ക്യാവിറ്റിയിൽ നമ്മൾ റെഫറൻസ് സാമ്പിളും വെക്കും. രണ്ടാമത്തെ ക്യാവിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യും, റെഫറൻസ് സാമ്പിൾ വെക്കും. അതാണ് ഈ ഡമ്മി ലോഡ് എന്ന് പറയുന്നത്. ഈ ഡമ്മി ലോഡ് എന്ന് പറയുന്നത് റെഫറൻസ് സാമ്പിളാണ്. റെഫറൻസ് സാമ്പിളിൻ്റെ പ്രത്യേകത എന്തായിരിക്കും, നമുക്ക് അതിൻ്റെ ESR സ്പെക്ട്രം ആൾറെഡി അറിയാവുന്നതാണ്. അതിൻ്റെ സ്പെക്ട്രം എടുക്കുമ്പോൾ ഇന്ന ആകൃതിയിൽ ഇന്ന പൊസിഷനിൽ നമുക്ക് കിട്ടുമെന്ന്, ഇന്ന മാഗ്നറ്റിക് ഫീൽഡിൽ കിട്ടുമെന്ന്, നമുക്ക് ഇന്ന പൊസിഷനിലാണ് കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അടുത്ത ഇതെന്ന് പറയുന്നത് നമ്മുടെ സാമ്പിൾ ക്യാവിറ്റിയാണ്. ഓക്കെ, നമുക്ക് സാമ്പിൾ ഏത് സാമ്പിളിൻ്റെ ആണോ മെഷർ ചെയ്യേണ്ടത് അതായിരിക്കും വെക്കുന്നത്. സാമ്പിൾ ക്യാവിറ്റി എവിടെയായിരിക്കും ഇരിക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിലായിരിക്കും ഇരിക്കുന്നത്. അടുത്തത് ക്രിസ്റ്റൽ ഡിറ്റക്ടർ. സാധാരണയായിട്ട് സിലിക്കൺ ക്രിസ്റ്റലാണ് ഉപയോഗിക്കുന്നത്. സാധാരണയായിട്ട് സിലിക്കൺ ക്രിസ്റ്റലാണ് നമ്മൾ ഡിറ്റക്ടറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ഇംപിഡൻസ് ബ്രിഡ്ജിൻ്റെ ഒരു ആമിലാണ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇറ്റ് വിൽ ഓൾസോ ആക്ട് ആസ് എ മൈക്രോവേവ് റെക്ടിഫയർ ആയിട്ട് അത് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് കൺവേർട്ട് റിസീവ്ഡ് മൈക്രോവേവ് പവർ, റിസീവ് ചെയ്യുന്ന മൈക്രോവേവ് പവറിനെ ഡയറക്റ്റ് കറണ്ട് ഔട്ട്പുട്ടായിട്ട് ഇത് കൺവേർട്ട് ചെയ്യും. ഡയറക്റ്റ് പവർ ഔട്ട്പുട്ടായിട്ട്, ഡയറക്റ്റ് കറണ്ട് ഔട്ട്പുട്ടായിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി നെക്സ്റ്റ് ഇതിനെ അടുത്ത ക്രിസ്റ്റൽ ഡിറ്റക്ടറിൽ നിന്നും ഫേസ് സെൻസിറ്റീവ് ഡിറ്റക്ടറിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഫേസ് സെൻസിറ്റീവ് ഡിറ്റക്ടറിലേക്ക് അവിടെ വെച്ച് അബ്സോർഷൻ സിഗ്നൽസിനെ എന്ത് ചെയ്യുന്നു, ഡിറ്റക്റ്റ് ചെയ്യുന്നു. അബ്സോർബ് ചെയ്ത സിഗ്നലിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നു ആൻഡ് സെൻഡ് ഇറ്റ് ടു ദി റെക്കോർഡറിലേക്ക് സെൻഡ് ചെയ്യുന്നു. റെക്കോർഡർ എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ ഓസിലോസ്കോപ്പാണ് ഉപയോഗിക്കുന്നത്.
ഫേസ് സെൻസിറ്റീവ് ഡിറ്റക്ടറിൽ നിന്ന് വരുന്ന സിഗ്നലിനെ എന്ത് ചെയ്യുന്നു, നമുക്ക് ഡിറ്റക്ടർ ഡിറ്റക്ട് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് തരുന്നു. ഓക്കെ, ഫേസ് സെൻസിറ്റീവ് ഡിറ്റക്ടറിൽ നിന്നുള്ള ഔട്ട്പുട്ടിനെ റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ സാധാരണയായിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രാഫാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് സിഗ്നൽ എന്ന് പറയുന്നത് എന്താണ്, സിഗ്നൽ വിഡ്ത്ത് വളരെ കൂടുതലാണ്, സിഗ്നലിൻ്റെ വിഡ്ത്ത് വളരെ കൂടുതലാണ്, ബ്രോഡായിട്ടുള്ള പീക്കായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് ഫ്രീക്വൻസിയോ അല്ലെങ്കിൽ ലൈൻ വിഡ്ത്തോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കർവായിരിക്കും സാധാരണയായിട്ട് പ്ലോട്ട് ചെയ്ത് കിട്ടുന്നത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് കർവുകളാണ് സാധാരണയായിട്ട് പ്ലോട്ട് ചെയ്ത് കിട്ടുന്നത്. ഇനി നമുക്ക് ഫിഗറിലേക്ക് പോകാം. അപ്പം ഇതാണ്, ഇത്രയും ഭാഗങ്ങളാണ്. ഫസ്റ്റ് വൺ ക്ലൈസ്ട്രോൺ ഓസിലേറ്റർ. നമുക്ക് മൈക്രോവേവ് റേഡിയേഷൻ തരുന്നത് ക്ലൈസ്ട്രോൺ ഓസിലേറ്റർ ആണ്. ക്ലൈസ്ട്രോൺ ഓസിലേറ്ററിനെ ഒരു ഇമ്പിഡൻസ് ബ്രിഡ്ജുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇമ്പിഡൻസ് ബ്രിഡ്ജിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് ക്ലൈസ്ട്രോൺ ഓസിലേറ്റർ ആണ്. രണ്ടാമത്തെ എൻഡിലാണ് നമ്മുടെ സാമ്പിൾ ക്യാവിറ്റി ഇരിക്കുന്നത്. സാമ്പിൾ ക്യാവിറ്റി ഇരിക്കുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ പോൾ പീസസിനിടയ്ക്കാണ്. സാമ്പിൾ ക്യാവിറ്റിക്ക് ചുറ്റും മോഡുലേറ്റിംഗ് കോയിൽസ് കണക്ട് ചെയ്തിരിക്കുന്നു. മോഡുലേറ്റിംഗ് കോയിൽസിനെ ഒരു സ്വീപ്പ് ജനറേറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സ്വീപ്പ് ജനറേറ്ററിൽ നിന്ന് വരുന്ന AC സിഗ്നൽസ് മോഡുലേറ്റിംഗ് കോയിലിൽ കൂടി പാസ് ചെയ്യുകയും അതിന് ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് വേരി ചെയ്യിക്കുകയും ചെയ്യുന്നു. സോ അത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്, സാമ്പിളിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്, സാമ്പിളിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് വേരി ചെയ്യിച്ച് എന്ത് ചെയ്യുന്നു, അവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ESR സ്പെക്ട്രം നമ്മൾ മെഷർ ചെയ്യുന്നു. അപ്പം രണ്ടാമത്തെ ആമിൽ നമ്മൾ സാമ്പിൾ ക്യാവിറ്റി വെച്ചിരിക്കുന്നു. മൂന്നാമത്തതിനകത്ത് റെഫറൻസ് സാമ്പിളാണ് വെക്കുന്നത്, ദാറ്റ് ഈസ് ഡമ്മി ലോഡ്. നാലാമത്തെ ആമിൽ നമ്മൾ ക്രിസ്റ്റൽ ഡിറ്റക്ടർ കണക്ട് ചെയ്തിരിക്കുന്നു. സാമ്പിളിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് സിഗ്നൽസിനെ ക്രിസ്റ്റൽ ഡിറ്റക്ടർ ഡിറ്റക്ട് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് പ്രീ ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നു. പ്രീ ആംപ്ലിഫയർ അതിനെ ആംപ്ലിഫൈ ചെയ്ത് ഫേസ് സെൻസിറ്റീവ് ഡിറ്റക്ടറിലേക്ക് കൊടുക്കുന്നു. ഫേസ് സെൻസിറ്റീവ് ഡിറ്റക്ടർ എന്ത് ചെയ്യുന്നു, അതിനകത്തുനിന്ന് ESR അബ്സോർഷൻ സിഗ്നൽസിനെ ഡിറ്റക്ട് ചെയ്തു റെക്കോർഡറിലേക്ക് കൊടുക്കുന്നു. ESR സിഗ്നൽസ് അഥവാ അബ്സോർഷൻ സിഗ്നൽസിനെ ഡിറ്റക്ട് ചെയ്ത് റെക്കോർഡറിലേക്ക് കൊടുക്കുന്നു. ഇതാണ് ഒരു ESR സ്പെക്ട്രോമീറ്ററിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് എന്ന് പറയുന്നത്. നമുക്കിനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഈ ക്ലൈസ്ട്രോണിൽ നിന്ന് റേഡിയേഷൻ എന്ത് ചെയ്യും, റേഡിയേഷൻ ക്യാവിറ്റിയിൽ വരും. ക്യാവിറ്റിയിലുള്ള സിഗ്നൽസ് ഇതിനെ അബ്സോർബ് ചെയ്യും. ആ റേഡിയേഷൻ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്തതിന് ശേഷമുള്ള റേഡിയേഷൻ ക്രിസ്റ്റൽ ഡിറ്റക്ടറിലേക്ക് വരും. ക്രിസ്റ്റൽ ഡിറ്റക്ടർ ഇതിനെ ഡിറ്റക്ട് ചെയ്ത് റെക്ടിഫൈ ചെയ്ത് ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റും. ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റിയതിന് ശേഷം അത് പ്രീ ആംപ്ലിഫയറിലേക്ക് വിടും. പ്രീ ആംപ്ലിഫയർ അതിനെ എന്ത് ചെയ്യും, ആംപ്ലിഫൈ ചെയ്ത് ഫേസ് സെൻസിറ്റീവ് ഡിറ്റക്ടറിലേക്ക് വിടും. ഫേസ് സെൻസിറ്റീവ് ഡിറ്റക്ടർ അതിനകത്തുനിന്ന് അബ്സോർഷൻ സിഗ്നൽസിനെ ഡിറ്റക്ട് ചെയ്ത് റെക്കോർഡറിലേക്ക് വിടും. ഇത്രയാണ് അവിടെ നടക്കുന്നത്. ഇനി ഇതെന്ന് പറയുന്ന ഒരു ഇമ്പിഡൻസ് ബ്രിഡ്ജ് ആണെന്ന് ഞാൻ ആൾറെഡി പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ഒരു ഇമ്പിഡൻസ് ബ്രിഡ്ജ് എന്തിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്കറിയണം. അപ്പം ഇവിടെ ഇതൊരു ഇമ്പിഡൻസ് ബ്രിഡ്ജാണ്. അപ്പം നമ്മൾ ഇനിഷ്യൽ കണ്ടീഷനിൽ ബ്രിഡ്ജ് ബാലൻസ്ഡ് പൊസിഷനിലായിരിക്കും. ഇനിഷ്യലി ബ്രിഡ്ജ് എങ്ങനെയായിരിക്കും, ബാലൻസ്ഡ് ആയിട്ടുള്ള പൊസിഷനിലായിരിക്കും. ഓക്കെ, ആയിരിക്കുമ്പോൾ ഈ ക്ലൈസ്ട്രോൺ ഓസിലേറ്ററിൽ നിന്ന് സിഗ്നൽസ് വരുന്നുണ്ട് അല്ലേ. ക്ലൈസ്ട്രോൺ ഓസിലേറ്ററിൽ നിന്ന് വരുന്ന മൈക്രോവേവ് റേഡിയേഷൻ എങ്ങോട്ടൊക്കെ പോകും, മൈക്രോവേവ് റേഡിയേഷൻ ഈ സാമ്പിൾ ക്യാവിറ്റിയിലേക്കും ഡമ്മി ലോഡിലേക്കും മാത്രമേ പോകത്തുള്ളൂ. ഈ ഫോർത്ത് ആമിലേക്ക് യാതൊരുവിധ സിഗ്നലും പോകത്തില്ല. വെൻ ദ ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ് ദ സിഗ്നൽസ് പാസസ് ഓൺലി ടു ദ ഡമ്മി ലോഡ് ആൻഡ് ദ സാമ്പിൾ ക്യാവിറ്റി. ഓക്കെ, ഇനി സാമ്പിൾ ക്യാവിറ്റിയിലെത്തി ഡമ്മി ലോഡിൽ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിലല്ല അതിരിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ റെഫറൻസ് സാമ്പിളിൻ്റെ സിഗ്നൽസ് നമുക്ക് എന്താണെന്ന് അറിയാം. ഇനി ഇവിടെ നമ്മുടെ സാമ്പിൾ ക്യാവിറ്റിയിലെത്തുന്നു. സാമ്പിൾ ക്യാവിറ്റി എന്ത് ചെയ്യുന്നു, സിഗ്നലിനെ അബ്സോർബ് ചെയ്യുന്നു. അബ്സോർബ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ റേഡിയേഷൻ എവിടെ എത്തുന്നു, ക്രിസ്റ്റൽ ഡിറ്റക്ടറിൽ എത്തുന്നു. ക്രിസ്റ്റൽ ഡിറ്റക്ടറിൽ അപ്പം ഇത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ റേഡിയേഷൻ്റെ റേഷ്യോ മാറും, വന്ന് വീഴുന്ന റേഡിയേഷൻ്റെ ഇത് മാറും. അപ്പോൾ സാമ്പിൾ ക്യാവിറ്റിയിലേക്ക് എന്ത് ചെയ്യും, സാമ്പിൾ ക്യാവിറ്റിയിലെ സാമ്പിൾ മൈക്രോവേവ് റേഡിയേഷൻ അബ്സോർബ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇമ്പിഡൻസ് ബ്രിഡ്ജിൻ്റെ ബാലൻസ് നഷ്ടമാകും, ഇതിൻ്റെ ബാലൻസിങ് നഷ്ടപ്പെടും. സോ എന്ത് ചെയ്യും, പവർ ഫോർത്ത് ആമിൽ എത്തും. അപ്പം ഈ സാമ്പിൾ ക്യാവിറ്റിയിൽ നിന്ന് വരുന്ന സിഗ്നൽ ക്രിസ്റ്റൽ ഡിറ്റക്ടർ ഡിറ്റക്ട് ചെയ്യും. ക്രിസ്റ്റൽ ഡിറ്റക്ടർ എന്ത് ചെയ്യും, ഡിറ്റക്ട് ചെയ്യും. അതിനെ എന്ത് ചെയ്യും,
ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റി ഡയറക്റ്റ് കറണ്ട് ഔട്ട്പുട്ടാക്കി മാറ്റി പ്രീ ആംപ്ലിഫയറിൽ കൊടുക്കും. പ്രീ ആംപ്ലിഫയർ ഈ സിഗ്നൽ വളരെ ഫീബിളാണ്, നാരോ ബാൻഡ് ആംപ്ലിഫിക്കേഷൻ വിധേയമാക്കും. നാരോ ബാൻഡ് ആംപ്ലിഫിക്കേഷന് ശേഷം ഫേസ് സെൻസിറ്റീവ് ഡിറ്റക്ടറിൽ കൊടുക്കും. ഫേസ് സെൻസിറ്റീവ് ഡിറ്റക്ടർ അബ്സോർഷൻ സിഗ്നൽസിനെ ഡിറ്റക്ട് ചെയ്ത് ഡീകോഡറിൽ കൊടുക്കും. ഡീകോഡർ അതെന്ത് ചെയ്യും? ഫസ്റ്റ് ഡെറിവേറ്റീവ് സിഗ്നൽസ് ആയിട്ട് ഡീകോഡ് ചെയ്തെടുക്കും. കാരണം ഫസ്റ്റ് ഡെറിവേറ്റീവ് സിഗ്നൽസ് ആയിട്ട് ഡീകോഡ് ചെയ്തെടുക്കും. ഇതാണ് നമ്മുടെ ESR സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ESR സ്പെക്ട്രോസ്കോപ്പി, ESR സ്പെക്ട്രോസ്കോപ്പീറ്ററിനകത്ത് ഡിഫറെൻറ്റ് പാർട്സ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റ്, ഇറ്റ് വിൽ പ്രൊവൈഡ് ഹോമോജീനിയസ് മാഗ്നറ്റിക് ഫീൽഡ്, ഇറ്റ് വിൽ മാഗ്നറ്റിക് ഫീൽഡ് ടു ദ സാമ്പിൾ. നെക്സ്റ്റ് മോഡുലേറ്റിംഗ് കോയിൽ located on the sides of the sample cavity and can vary the magnetic field strength. The magnetic field is varied over a small range by varying the current in the modulating coil. Okay, next claystone, that is which is the source of microwave radiation. It will produce monochromatic microwave radiation. The radiation produced in the claystone oscillator is transmitted to the sample cavity through the bridge, through the impedance bridge. Okay, next dummy load, that means the reference sample cavity എന്ന് പറയുന്നത് എന്താണ്? It is the heart of the ESR spectrometer. ESR spectrometer heart എന്ന് പറയുന്നത് എന്താണ്? സാമ്പിൾ ക്യാവിറ്റി ആണ്. നെക്സ്റ്റ് സാമ്പിൾ നെക്സ്റ്റ് ക്രിസ്റ്റൽ ഡിറ്റക്ടർ. Normally silicon crystals are used as the crystal detector, which act as a microwave rectifier, and it convert the received microwave power into direct current output. ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. Then the output current is undergoes narrow band amplification in the pre-amplifier, and the amplified signals are transmitted to the phase sensitive detector. The phase sensitive detector will is used to detect the absorption signals, and it is transmitted to the recorder. The recorder will record the first derivative signals of first derivative absorption signals. Okay, ഇതാണ് എന്തെന്ന് പറയുന്നത്? ഒരു ESR സ്പെക്ട്രോമീറ്ററിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി വർക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇനിഷ്യലി ബ്രിഡ്ജ് ബാലൻസ്ഡ് പൊസിഷനിലായിരിക്കാം. അറ്റ് ദാറ്റ് ടൈം ദ സിഗ്നൽസ് ഫ്രം ദി അല്ലെങ്കിൽ മൈക്രോവേവ് റേഡിയേഷൻ ഫ്രം ദി ക്ലേസ്ട്രോൺ ഓസിലേഷൻ വിൽ ഗോ only to dummy loads and sample cavity. When the sample absorbs a radiation, the balance of the bridge is lost and the power reaches the fourth arm. The signal transmitted from the sample cavity reaches the crystal detector, and it will detect the microwave radiation, and it is converted into direct current output, and it is transmitted to the preamplifier. After that the normal process. ഇനി ഇവിടെ നമ്മുടെ ഓസിലോസ്കോപ്പ്, നമുക്ക് സാധാരണ ഓസിലോസ്കോപ്പ് റെക്കോർഡ് ചെയ്യുന്നത് എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് സിഗ്നൽസ് ആണ് നമുക്ക് റെക്കോർഡ് ചെയ്ത് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ എളുപ്പം ഫസ്റ്റ് ഡെറിവേറ്റീവ് സിഗ്നൽസിനെയാണ് അല്ലെങ്കിൽ സ്പെക്ട്രത്തിനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ എളുപ്പം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇതാണ് ഈ ഫിഗറിനകത്ത് കാണുന്നതാണ് നമ്മൾ ESR സ്പെക്ട്രം എന്ന് പറയുന്ന പ്ലോട്ടിംഗ് ഇൻറ്റൻസിറ്റി എഗെയിൻസ്റ്റ് സ്ട്രെങ്ത് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്. ദാറ്റ് ഈസ് ഇവിടെ ഇത് B ആയിരിക്കും, ഇതെന്ന് പറയുന്നത് ഈ കാണുന്നതെന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ആയിരിക്കും. ഇൻറ്റൻസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലാണ് ഗ്രാഫ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യുന്ന സ്പെക്ട്രമാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ എന്ന് പറയുന്നത് ഒരു ബ്രോഡായിട്ടുള്ള പീക്കാണ്. നമുക്ക് എക്സാക്റ്റ് പൊസിഷൻ ഒന്നും നമുക്ക് അതിനകത്തുനിന്ന് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സിംഗിൾ അബ്സോർഷൻ പീക്ക് ഹാവിങ് നോ ഫൈൻ സ്ട്രക്ചർ, ഒരു ഫൈനായിട്ടുള്ള സ്ട്രക്ചർ ഒന്നുമില്ല. ഇനി ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്ത കർവാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് എന്ത് ചെയ്യാം? ഡയറക്റ്റായിട്ട് അതിൻ്റെ ഫ്രീക്വൻസി പൊസിഷനും ഇൻറ്റൻസിറ്റി ബിക്കകത്തുനിന്ന് ഫ്രീക്വൻസി പൊസിഷൻ കണ്ടുപിടിക്കാൻ അറിയാം. കാരണം എന്താണ്? B ഈസ് പ്രൊപ്പോർഷണൽ ടു ന്യൂ ആണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് ഫ്രീക്വൻസി പൊസിഷനും അതേ കണക്കിന് ഇൻറ്റൻസിറ്റിയൊക്കെ പ്രിസൈസ് ആയിട്ട് മെഷർ ചെയ്യാൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് കർവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് മോഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. അതേ കണക്കിന് നമുക്കിപ്പോൾ സിഗ്നൽസ് ഓവർലാപ്പിംഗ് ആയിട്ടുള്ള സിഗ്നൽസ് ആണെങ്കിൽ കൂടി അതിൽ നിന്ന് നമുക്ക് ലൈൻ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എക്സ് ആക്സിസിൽ B ആണ്. ലൈൻ വിഡ്ത്ത് മീൻസ് ഡെൽറ്റ B. ലൈൻ വിഡ്ത്ത്, ഇതിനകത്തുനിന്ന് ലൈൻ വിഡ്ത്ത്
ഇതിനകത്ത് നിന്ന് ലൈൻ വിഡ്ത്ത് എന്ന് പറയുന്നത് ഡെൽറ്റ ബി ആണ്. ലൈൻ വിഡ്ത്ത് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഏതിനകത്ത് പോലും ഓവർലാപ്പിംഗ് സിഗ്നൽസിൽ പോലും നമുക്ക് ലൈൻ വിഡ്ത്ത് ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് മോഡിലാണെങ്കിൽ ഈസി ആയിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് മോഡിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ESR സ്പെക്ട്രോമീറ്റർ എന്ന് പറയുന്നത്. അപ്പം ESR സ്പെക്ട്രോമീറ്റർ ക്ലേസ്ട്രോൺ ഓസിലേറ്റർ ESR സ്പെക്ട്രോമീറ്റർ അപ്പം ESR spectrometer claystron oscillator which produce monochromatic radiation of required frequency. This radiation is transmitted to the sample cavity through a microwave impedance bridge. The sample cavity is kept in between the pole pieces of electromagnet. The third arm of the microwave impedance bridge is connected to a dummy load, and the fourth arm is connected to crystal detector. The radiation reaching the fourth arm from the sample cavity is detected by the crystal detector. It is then amplified and then fed into the phase sensitive detector, which is used to detect ESR signal or absorption signals and gives the absorption signal or first derivative curve by the recorder. Okay, ഇതാണ് ESR സ്പെക്ട്രോമീറ്ററിൻ്റെ വർക്കിങ്ങും ഇൻസ്ട്രുമെൻറ്റേഷൻ പാർട്സും എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.